അങ്ങനെ ഫൈനലി കൽക്കി എന്ന് പറഞ്ഞ പടം കണ്ടിരിക്കുകയാണ്. കിടിലം പടം, ഒരു രക്ഷയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ത്യൻ സിനിമയാണ് പറയാൻ എനിക്ക് നല്ല ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അമ്മാര് കിടിലം മേക്കിംഗ് ആണ്, ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണ് ഇതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. 600 crore എങ്ങനെ ചില ഷോർട്സ് ഒക്കെ ഞാൻ ശരിക്കും കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അമ്മാരി സീക്വൻസാണ് ചില സീക്വൻസിൽ എടുത്തു വെച്ചിരിക്കുന്നത്. കാണണം, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം തന്നെ വിട്ടോ. തിയേറ്റർ വാച്ച് തന്നെയാണ് 100% തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന പടമാണ്. സോ ഇപ്പം തന്നെ നേരെ തിയേറ്ററിലേക്ക് വിടാനാണ് പറയുന്നത്. 3D ഉള്ളവർ 3D തന്നെ കാണാനാണ് നിങ്ങൾക്ക് പറയണത്. ചില സ്ഥലത്തൊക്കെ 3D എല്ലാം പറയുന്നുണ്ട്. സോ ഞാൻ 2Dയിലാണ് കണ്ടത്, മലയാളമാണ് കണ്ടത്. അപ്പോൾ മലയാള ഡബും കാര്യങ്ങളും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഇക്കരവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെറുപ്പിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ പടത്തിൻ്റെ മേക്കിങ്ങിൻ്റെ ടെക്നിക്കൽ വശം ഒരു രക്ഷയില്ല. 600 crore ഒരു പൈസ വരെ ഇവർ മിസ് ചെയ്തിട്ടില്ല. ആ ഫുൾ എമൗണ്ട് ഇവരിൻ്റെ അകത്ത് ചിലവഴിച്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ പടം കണ്ടാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അമ്മാരി പടം, ബ്രഹ്മാണ്ഡ പടം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ഡ പടം. എനിക്ക് ഈ സിനിമ കാണാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷ കുറച്ചുണ്ടായിരുന്നു. ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ അകത്ത് കമൽഹാസൻ്റെ ആ ഒരു ലുക്ക് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമായിരുന്നു. ആ കമൽഹാസൻ്റെ ലുക്ക് കണ്ടപ്പാടിന് എനിക്ക് ഈ സിനിമ ഒരു തിയേറ്റർ തന്നെ കാണുന്നുള്ളൊരു ആകാംക്ഷയും കാര്യങ്ങളുണ്ടായി. സോ കമൽഹാസൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. കമൽഹാസൻ ഒരു രക്ഷയില്ല. കുറച്ച് സീക്വൻസേ ഉള്ളെങ്കിലും മൂപ്പർ പൊളിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. കമൽഹാസൻ്റെ ഇതിൻ്റെ അകത്തൊരു നെഗറ്റീവ് റോളാണ് ചെയ്തിട്ടുള്ളത്. ഇനി വരാൻ പോലെ സെക്കൻഡ് പാർട്ടിലാണ് മൂപ്പർക്ക് ഇനി അധികം കാര്യങ്ങൾ ചെയ്യാനുള്ളത്. മൂപ്പർ വന്നു പോകുന്ന സീക്വൻസ് ഒക്കെ പൊളി തന്നെയാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യുന്ന വിഷ്വൽസും കാര്യങ്ങളാണ്, അതന്നെ ഒരു രക്ഷയില്ല. ടെക്നിക്കൽ വാഷ് ഈ സിനിമേൻ്റെ ഒരു രക്ഷയില്ല, ഒരേ പൊളിയാണ് വിളിച്ചിട്ടുള്ളത്. അത് എങ്ങനെ ഇവർ ചെയ്തെന്ന് എനിക്ക് ഇപ്പം ഒരു വണ്ടർ അടിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ. ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമാണ് ഇങ്ങനത്തെ സിനിമ. നാഗേശ്വരനെ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ട് സിനിമ ഡയറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്ത കാര്യം എന്താ വെച്ചാൽ ഇതിനകത്ത് മഹാഭാരതത്തിൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്. എനിക്ക് മഹാഭാരതം ഒരു ഇന്ത്യൻ മിത്തോളജി കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. സോ ഒരു ഇന്ത്യൻ മിത്തോളജിയും ഈ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സൈഫൈ എലമെൻസും കൂടി കലർന്നിട്ടുള്ള ഒരു ബൈൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിതിനകത്ത് കാണിച്ചു തന്നിട്ടില്ല നാഗാശ്വിന്. അത് 100% വർക്കൗട്ടായിട്ട് വേണം പറയാം. അത്രക്ക് ഗംഭീര സീക്വൻസ് ആണ് ഇതിൻ്റെ അകത്ത്. ചില സീക്വൻസൊക്കെ ഇതിനകത്ത് പിന്നെ കുറേയധികം കാസ്റ്റും കാര്യങ്ങളുണ്ട്. പ്രഭാസ്, ദീപിക പദുക്കോൺ, പിന്നെ നമ്മൾ അമിതാഭ് ബച്ചനൊക്കെ ഒരു രക്ഷയില്ല. അമിതാഭ് ബച്ചനൊക്കെ ഇതിനകത്ത് മെയിൻ റോളാണ്. അമിതാഭ് ബച്ചനൊക്കെ ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. അമിതാഭ് ബച്ചൻ ചെയ്തു വെച്ച കാര്യങ്ങൾ ഒരു രക്ഷയില്ല. ആ ഒരു ക്യാരക്ടറെ അങ്ങനെയാണ് അമിതാഭ് ബച്ചൻ്റെ. സോ അശ്വത്ഥാമായിട്ട് തന്നെ അമിതാഭ് ബച്ചൻ ഉള്ളത്. ആ ഒരു ക്യാരക്ടർ ഗംഭീരമായിട്ട് തന്നെ അമിതാഭ് ബച്ചൻ ചെയ്തിട്ടുണ്ട്. അത് രോമാഞ്ചം വരുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. കുറേ സീക്വൻസ് ഇതിൻ്റെ അകത്ത് രോമാഞ്ചം വരുത്തുന്ന കുറേ സീക്വൻസ് ഉണ്ട്. വിഷ്വൽസും പിന്നെ ഫൈറ്റ് സീക്വൻസൊക്കെ ഉണ്ട് ചിലതൊക്കെ. അതൊക്കെ എങ്ങനെ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഇമ്മാരി മേക്കിംഗ് ഉള്ളൊരു സിനിമ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരു ഹോളിവുഡ് ലെവലിലൊക്കെ ചില സമയത്തെല്ലാം ഈ സിനിമ പോകുന്നുണ്ട്. സത്യം അത്രക്കും ഗംഭീരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പൈസ ശരിക്കും യൂട്ടിലൈസ് ചെയ്ത വിധം നമുക്ക് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. പിന്നെ പ്രഭാസിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഇത് പ്രഭാസിൻ്റെ സിനിമയാണ് മാത്രം പറയാൻ കഴിയില്ല. എല്ലാവർക്കും ഈക്വൽ പൊട്ടൻഷ്യൽ ഉണ്ട്. ദീപിക പദുക്കോൺ ആയിക്കോട്ടെ, കമൽഹാസൻ ആയിക്കോട്ടെ, എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ പൊട്ടൻഷ്യൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രഭാസിൻ്റെ മാത്രം പടമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബട്ട് പ്രഭാസിൻ്റെ ബാഹുബലിക്ക് ശേഷം ഏറ്റവും നല്ല പടം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണെന്ന് പറയാം. പ്രഭാസിന് അത്രയ്ക്ക് നല്ല ഗംഭീരമായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് നല്ലൊരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. ഒരു സ്പോയിലറാണ്, അത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് സെക്കൻഡ് ഹാഫിലൊരു ചങ്ങനെ ഒരു റിവീലിംഗ് അങ്ങനത്തെ സ്റ്റഫും കാര്യങ്ങളും ഉണ്ട്. സ്പോയിലറാണ്. സോ ഗംഭീര ക്യാരക്ടറിനകത്ത് പ്രഭാസിന് കൊടുത്തിട്ടുണ്ട്. സലാറിലും വന്നിരുന്നു, ബട്ട് സലാറൊന്നും എനിക്ക് അത്ര ഗംഭീര പടയിൽ തോന്നിയില്ല. സോ ബാഹുബലിക്ക് ശേഷം മൂപ്പര് ശരിക്കും ഇതിനകത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് പ്രഭാസിനെ. സോ ആ ഒരു കാര്യം തന്നെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് സ്പോയിലറാണ്, കുറേ സ്പോയിലേഴ്സ് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഈ സിനിമയിൽ കഥയിലൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലിന് പറയാൻ പറ്റില്ല. പിന്നെ മലയാളത്തിൽ തന്നെ ഭാവനയുണ്ട്, പിന്നെ അന്നാബെന്നുണ്ട്. രണ്ടാളും ഒരേ പൊളിയാണ്. അന്നാബെന്ന് കുറച്ച് സീക്വൻസിലല്ലേ ഉള്ളൂ, പക്ഷേ മൂപ്പര് ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരേ പൊളിയാണ്. രോമാഞ്ചം വരെ വരുത്തുന്ന കുറച്ച് സീക്വൻസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടർ നമ്മൾ ഒരിക്കലും മറക്കില്ല. പിന്നെ ഭാവനൻ്റെ സീക്വൻസ് ആയാലും ഭാവനയ്ക്ക് നല്ല ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം. സോ ഭാവനൻ്റെയും ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടറാണ്, നല്ലിക്കാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ദീപിക പദുക്കോണൊക്കെ മെയിനായിട്ട് തന്നെ വരുന്നത് തന്നെയാണ്. സോ എല്ലാവരും ഗംഭീരമാണ്. പിന്നെ മലയാളത്തിൽ തന്നെ ഒരു ക്യാരക്ടറും കൂടി വരുന്നുണ്ട്. അല്ല സ്പോയിലറൊന്നും എല്ലാവർക്കും അറിയാൻ തന്നെ കൺഫേം ആയിട്ട് കാര്യം തന്നെയാണ്. സോ ഞാൻ പേരൊന്നും പറയുന്നില്ല, ബട്ട് ആ ഒരു ക്യാരക്ടർ സൈഡായിട്ടാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. കൂടുതൽ കാര്യങ്ങളും ചെയ്യാൻ ഉണ്ടായിട്ടില്ല. സോ അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് മഹാഭാരതത്തിൻ്റെ സീക്വൻസിനെ പറ്റി എനിക്ക് കുറേ പറയാനുള്ളത്. മഹാഭാരതം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സീരിയലും കാര്യങ്ങളെല്ലാം കണ്ടിട്ടാണ് എനിക്ക് മഹാഭാരതത്തിൻ്റെ കഥയെല്ലാം അറിയാം. ബട്ട് ഈ ഒരു സിനിമയിൽ ആ ഒരു സീക്വൻസൊക്കെ ചില കുറച്ച് സീക്വൻസല്ലേ ഉള്ളൂ മഹാഭാരതത്തിൻ്റെ, പക്ഷെ ആ വരുന്ന സീക്വൻസൊക്കെ രോമാഞ്ചാണ്. ഫുൾ രോമാഞ്ചാണ് ഈ സീക്വൻസ്. ശരിക്കും പറഞ്ഞാൽ ഈ ആ ഒരു മഹാഭാരതത്തിൻ്റെ സീക്വൻസ് എനിക്ക് ഒന്നും കൂടി തിയേറ്ററിൽ വാച്ച് ചെയ്യണമെന്ന് അത്രക്കും ആഗ്രഹമുണ്ട്. അത് അങ്ങനത്തെ രീതിയിലൊക്കെ അത് മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് തന്നെ എനിക്ക് കാണുമ്പോൾ എനിക്ക് മനസ്സിലായിക്കോളൂ ഈ സിനിമയുടെ ലെവൽ എത്രയാണ്. അമ്മ സീക്വൻസ് അതിൻ്റെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ മഹാഭാരതമൊക്കെ ഇങ്ങനെ ലെവലാക്കിയിട്ട് ഇങ്ങനത്തെ സീക്വൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ആകാശിൻ്റെ ആ ഒരു മേക്കിങ്ങിൽ പിടിച്ചിരിക്കുന്ന സാധനം ഒരു രക്ഷയില്ല. സ്പോയിലറാണ്, അതുകൊണ്ട് ആ ഒരു സീക്വൻസും കാര്യങ്ങളും പറയണമുണ്ട്. ബട്ട്
പറഞ്ഞ സ്പോയിലർ ഇപ്പോൾ അതുകൊണ്ടാണ് രോമാഞ്ചം വരുത്തുന്ന കുറേ സീക്വൻസ് ഉണ്ട്. അതായത് മഹാഭാരതം കഴിഞ്ഞിട്ട് ഒരു 6000 വർഷത്തിന് ശേഷമാണ് ഈ ഒരു കൽക്കി ഈ സംഭവം നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു പാസ്റ്റും ഈ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സൈഫൈ എലമെൻറ്റ്സെല്ലാം കൂടി ബൈൻഡ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഒരു ഇൻ്റർവൽ പഞ്ചൊക്കെ ഇൻ്റർവൽ പഞ്ചൊക്കെ രോമാഞ്ചമായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് ഒരു രക്ഷയില്ല. അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ ഇതിനകത്ത് നെഗറ്റീവ്സ് കാര്യങ്ങളുണ്ട്, അത്യാവശ്യം ഉണ്ട്. ഫസ്റ്റ് ഹാഫിലൊക്കെ കുറേയധികം ക്രിഞ്ച് എലമെൻറ്റ്സ് എല്ലാം ഉണ്ട്. പ്രഭാസിൻ്റെ എൻട്രൊക്കെ നൈസ് ആയിരുന്നു. പിന്നെ പ്രഭാസിൻ്റെ ഫാൻസിന് വേണ്ടിയിട്ട് തന്നെ കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് സലാറെല്ലാം കണ്ട പോലെ തന്നെ സംഭവം ഇതിൻ്റെ അകത്തും വെച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഫാൻസ് ഉണ്ട്, ഞാൻ റെബലാണെല്ലാം പറ്റും, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും പിടിച്ചിട്ടുണ്ട്. സോ അങ്ങനത്തെ തെലുങ്കുകാർക്കെല്ലാം വേണ്ട കുറച്ച് ക്രിഞ്ച് എലമെൻറ്റ്സ് എല്ലാം ഉണ്ട്. സോ ഫസ്റ്റ് ഹാഫിലെല്ലാം കുറേയധികം ക്രിഞ്ച് എലമെൻറ്റ്സും കാര്യങ്ങളും എനിക്ക് തോന്നിയിരുന്നു. ബട്ട് നമ്മളതൊന്നും നോട്ടീസ് ചെയ്തു, നമ്മളതിൽ ഇഗ്നോർ ചെയ്യും. ആ ഒരു വേൾഡ് ബിൽഡിങ്ങും ആ ഒരു സൈഫൈ എലമെൻറ്റ്സ് എല്ലാം ഉള്ളതിനെ കൊണ്ട് നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസിലേക്കായിരിക്കും പോവുക. ഇത് ഇവരിങ്ങനെ കുറേ ഡയലോഗ്സും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഡൗൺ പോർഷൻ ഉണ്ടെങ്കിലും ബട്ട് നമ്മളങ്ങനെ ചിന്തിക്കില്ല. കുറേ ബിഗ് സാധനങ്ങളിലും നമ്മൾ മുമ്പിൽ വെക്കുമ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഈ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് മെയിൻ കാര്യങ്ങൾ നടക്കുന്നത്. മെയിൻ തീമും ട്വിസ്റ്റും ടേൺസ് എല്ലാം നടക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്കുള്ള ഒരു നല്ലൊരു കിട്ടിലും ക്ലിഫ് ആങ്കറും കൂടി ഇതിനകത്ത് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതൊരു യൂണിവേഴ്സ് ആയിട്ട് തന്നെയാണ് ഇവർ പ്രഖ്യാപിക്കുന്നുണ്ട്, സിനിമാറ്റിക് യൂണിവേഴ്സ്. സോ ഗംഭീരാണ്. എനിക്ക് ആ മഹാഭാരതത്തിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഒരു സിനിമ വേണമെന്നൊരു ആഗ്രഹമുണ്ട്. അതൊരു ആഘോഷം ചെയ്യും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചെയ്താൽ ഗംഭീരമായിരിക്കും സത്യം പറഞ്ഞാൽ. ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു പടം അത് വേണ്ട തന്നെയാണ്. സോ ഒരു മഹാഭാരതം എന്ന് പറഞ്ഞ സാധനം ശരിക്കും കിട്ടിയിലാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ സീക്വൻസും ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. എനിക്ക് അത് കാണാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി തിയേറ്ററിൽ പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാം പൊളിയാണ്. ഫസ്റ്റ് ഹാഫ് മോശം എന്ന് ഞാൻ പറയില്ല. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഈ സിനിമ ഡൗൺ ആവുന്ന കുറേ പോർഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് മോശം എന്നല്ല. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു വേൾഡ് ബിൽഡിങ്ങും കാര്യങ്ങളാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൂടുതൽ കാണിക്കുന്നത്. സെക്കൻഡ് ഹാഫിലാണ് ഈ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും കൂടുതൽ ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഇൻ്റർവൽ പഞ്ചും കാര്യങ്ങളെല്ലാം കൊണ്ടും നമ്മൾ നോക്കുമ്പോൾ ഗംഭീര സിനിമയാണ്. എൻ്റെ തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമ 100% നിങ്ങൾ കൊടുക്കുന്ന പൈസ ഒരിക്കലും പാഴാകില്ല, അത് ആദ്യം പറഞ്ഞേക്കാം. സോ കണ്ടിട്ട് എൻ്റെ തിയേറ്റർ വാച്ച് ചെയ്യാൻ ഞാൻ പറയുകയാണ്. സോ 3D ഉണ്ടെങ്കിൽ 3D തന്നെ വാച്ച് ചെയ്യുക. 3D ഞാൻ 2Dയിലാണ് കണ്ടത്, അതേ പറഞ്ഞു. 2D മോശമൊന്നുമില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ കാര്യം പറയുമ്പോട്ടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഗംഭീര കേട്ടോ. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫൈറ്റ് സീക്വൻസിൽ ഇവർ ബാക്ക്ഗ്രൗണ്ട് സ്കോറെല്ലാം ബൈൻഡ് ചെയ്ത സീക്വൻസ് എല്ലാം ഉണ്ട്, ഗംഭീരമാണ്. പിന്നെ അത് സൈഫൈ എലമെൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്, അതാണ് അതിനകത്ത് മെയിൻ. അതും ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ പടം എന്തായാലും തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. കണ്ടിട്ട് എന്തായാലും കണ്ടു നോക്കും, അത്രേ പറയാനുള്ളൂ.